ഗസയിൽ ഇസ്രയേലിന്റെ അധിനിവേശം ഇപ്പോൾ വാർത്തകളിൽ അധികം നമ്മൾ കാണുന്നില്ല. നമ്മുടെ പല ആളുകളുടെയും മനസ്സിലും ആ വാർത്തകൾ ഇപ്പോൾ പതിയെ പതിയെ അന്യമായി കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം നമുക്കറിയാം, ബന്ദി കൈമാറ്റം, വെടിനിർത്തൽ, അന്താരാഷ്ട്ര ഇടപെടൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഗസയിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഗസ പൂർണ്ണമായും ഇപ്പോൾ പുനർനിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മറ്റു രാജ്യങ്ങളുടെ ഇടപെടലുകൾ കൊണ്ടെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശുചീകരണ പ്രവർത്തനങ്ങളാണ്. വലിയ മാലിന്യ കൂമ്പാരങ്ങളുണ്ട്, കോൺക്രീറ്റ് വേസ്റ്റുകൾ. വർഷങ്ങൾ എടുത്ത് മാത്രമേ അത് നീക്കം ചെയ്യാൻ സാധിക്കൂ. അത് നീക്കം ചെയ്യുമ്പോൾ തന്നെ അത് എവിടെ നീക്കം ചെയ്യണമെന്നത് സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഗസയുടെ പുനരുദ്ധാരണം എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച തർക്കങ്ങൾ. അതിനിടെ നമ്മൾ കേട്ടു, അന്താരാഷ്ട്ര ഒരു പദ്ധതിയായിക്കൊണ്ട് അവിടെ ഒരു കോളനി വൽകൃത ഭരണ സംവിധാനം കൊണ്ടുവരും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതിനെ തങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഹമാസ് വളരെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും അവസാനമായി ഗസയുമായി ബന്ധപ്പെട്ടു വരുന്ന വാർത്ത, ഗസയിൽ അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കുവാനുള്ള കരട് പ്രമേയം തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി എന്ന വാർത്ത പുറത്തു വരികയാണ്. എതിരില്ലാത്ത 13 വോട്ടുകൾക്ക് ആ പ്രമേയം UN-ൽ പാസ്സായിരിക്കുന്നു. അതേസമയം റഷ്യയും ചൈനയും ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിരിക്കുന്നു. ട്രംപിന്റെ വെടിനിർത്തൽ പദ്ധതിയിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു അന്താരാഷ്ട്ര സേനയുടെ വിന്യാസം എന്നുള്ളത്. അതിർത്തി സുരക്ഷിതമാക്കി ഗസയിലെ സൈനികവൽക്കരണം അവസാനിപ്പിക്കുന്നതിനും സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനും പുതുതായി പരിശീലനം ലഭിച്ച ഫലസ്തീൻ പോലീസിനൊപ്പം ഇസ്രായേലും ഈജിപ്തും ചേർന്ന് പ്രവർത്തിക്കും എന്നാണ് ഇപ്പോൾ ഈ പ്രമേയം പറയുന്നത്. ഇത് സംബന്ധിച്ച് ഈജിപ്തിൽ പ്രത്യേക പോലീസ് സേനയ്ക്കുള്ള പരിശീലനങ്ങളൊക്കെ തീവ്ര വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അതേസമയം ഈ സേന ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക സമാധാന സേനയായിരിക്കില്ല എന്നും ഐക്യരാഷ്ട്രസഭ പറയുന്നു. എന്ന് വെച്ചാൽ ഐക്യരാഷ്ട്രസഭയുടെ ചുമതലയായിരിക്കും, അല്ലെങ്കിൽ മേൽനോട്ടം ഈ അവിടുത്തെ സമാധാനവൽക്കരണവും പുനരുദ്ധാരണവും അതോടൊപ്പം തന്നെ ആരോഗ്യ ഭക്ഷ്യ സുരക്ഷകൾ ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒരു പ്രത്യേക മേൽനോട്ടം ഉണ്ടായിരിക്കും. എന്നാൽ ഈ ഒരു സഖ്യം എന്ന് പറയുന്നത് ഈജിപ്തിന്റെ നേതൃത്വത്തിൽ ഉള്ള ഒന്നായിരിക്കും. എന്ന് വെച്ചാൽ അമേരിക്ക ഏൽപ്പിക്കപ്പെടുന്ന ഒരു സേന, അവരെ വിന്യസിക്കുന്നത് ഈജിപ്ത്, പരിശീലനം നൽകുന്നതും ഈജിപ്ത്, അവർക്ക് മറ്റു സാങ്കേതിക സൗകര്യങ്ങളെല്ലാം നൽകുന്നതും സംവിധാനിക്കുന്നതും ഇസ്രയേൽ. എന്ന് വെച്ചാൽ ഇസ്രയേലും ഈജിപ്തും ചേർന്നുകൊണ്ടുള്ള ഒരു സംവിധാനമായിരിക്കും അവിടുത്തെ പോലീസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ ഇസ്രയേലിന്റെ സൈന്യത്തെ പിന്മാറുന്ന പക്ഷം ഈജിപ്തിന്റെ ചുമതലയിലുള്ള, അല്ലെങ്കിൽ ഇസ്രയേൽ പരിശീലിപ്പിക്കുന്ന ഈജിപ്തിന്റെ അധീനതയിലുള്ള ഈ പോലീസ് സിസ്റ്റം ആയിരിക്കും ഗസയിലെ സമാധാനവും ആഭ്യന്തര കാര്യവും അത് നിയമ സംവിധാനങ്ങളും ഒക്കെ ഉറപ്പുവരുത്തേണ്ട, അതിന്റെ വ്യവഹാരത്തിന്റെ ചുമതലയിൽ ഉണ്ടായിരിക്കുക എന്ന്. അതിനെ ഹമാസ് പക്ഷേ അംഗീകരിച്ചിട്ടില്ല എന്നതാണ്, ഈ പ്രമേയത്തെ പോലും ഹമാസ് അംഗീകരിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അതേസമയം റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. പ്രമേയം അധിനിവേശ ഫലസ്തീൻ പ്രദേശത്ത് അമേരിക്ക നടത്തുന്ന അനിയന്ത്രിതമായ നീക്കങ്ങൾക്കൊരു മറയായി മാറരുത് എന്നാണ് റഷ്യയുടെ UN അംബാസിഡർ വാസിലി നെബൽസിയെ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രമേയത്തിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു പരാമർശവും ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിലെ UN ഡയറക്ടർ ലൂയിസ് ചർബോണിയോയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഗസയിൽ ഒരു അന്താരാഷ്ട്ര രക്ഷാകർതൃത്വത്തെ പിന്തുണക്കുന്ന പ്രമേയം തള്ളി ഇപ്പോൾ ഹമാസ് രംഗത്തെത്തി എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര സംഘങ്ങളുടെ മേൽനോട്ടം ഫലസ്തീനികളുടെ സ്വയം നിർണയാവകാശത്തെയാണ് ബാധിക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വിദേശ നിയന്ത്രണത്തിന് ഇത് വഴിയൊരുക്കും. ഹമാസും മറ്റ് സായുധ ഗ്രൂപ്പുകളും കരട് പ്രമേയത്തെ വിമർശിച്ചുകൊണ്ട് അന്ന് രംഗത്തെത്തിയതിനു ശേഷം നടത്തിയ പ്രസ്താവന ഇതാണെന്ന് വെച്ചാൽ, ഹമാസ് നിലനിൽക്കുന്നത് ഫലസ്തീൻ എന്ന ഒരു രാഷ്ട്രത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയാണ്. മറ്റൊരു ശക്തിയുടെ അധീനതയിൽ കഴിയുകയാണെങ്കിൽ അതും തത്വത്തിലൊരു കോളനിവൽകൃതമായി അവർക്ക് സ്വയം നിർണയിക്കുവാനുള്ള അവകാശമില്ലാത്തൊരു രാഷ്ട്രമാക്കി ഈ പ്രദേശത്തെ ഫലസ്തീനെ മാറ്റുക, ഗാസയെ മാറ്റുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഗസയിൽ എന്ത് നടപ്പിലാക്കണം എന്നത് സംബന്ധിച്ചും എങ്ങനെയായിരിക്കണം ഗസ മുന്നോട്ട് പോകണം. ഹമാസ് വോട്ടെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഗസക്കാർ ഭൂരിപക്ഷം നൽകി അധികാരത്തിൽ എത്തിച്ച ഒരു സംവിധാനമാണ്. എന്നാൽ ഇനി വരുന്ന ഒരു സംവിധാനം ഒരുപക്ഷെ ഏതെങ്കിലും അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നവർ മാത്രമായിരിക്കും. അവിടെ പക്ഷേ ഗസക്കാരുടെ അഭിപ്രായത്തിനോ ഗസയുടെ നിലപാടുകൾക്കോ യാതൊരു
യാതൊരു സാധ്യതയും ഉണ്ടാകില്ല എന്ന് ഹമാസ് ഈ പ്രമേയത്തെ വിമർശിച്ചുകൊണ്ട് തള്ളിക്കൊണ്ട് പറഞ്ഞ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗസയുടെ ഭരണവും പുനർനിർമ്മാണവും ഒരു വിദേശ സംഘടനക്ക് കൈമാറുന്നതോടെ ഫലസ്തീനികളുടെ സ്വയം ഭരണം ഇല്ലാതാക്കുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ പ്രമേയം അംഗീകരിക്കപ്പെട്ടതിനെ പ്രശംസിക്കുന്ന നിലപാടാണ് ഫലസ്തീൻ അതോറിറ്റി കൈക്കൊള്ളുന്നത്. എന്ന് വെച്ചാൽ വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇപ്പോഴും വലിയ ചെറുത്തുനിൽപ്പ് പോരാട്ടമല്ല, നമുക്ക് ചർച്ചകളിലൂടെ മാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന് പറയുന്നതാണ് ഫലസ്തീൻ അതോറിറ്റി. അമേരിക്കയുടെ പദ്ധതി ഗസ മുൻപിൽ സ്ഥിരവും സമഗ്രവുമായ വെടിനിർത്തൽ കൊണ്ടുവരും എന്നാണ് അതോറിറ്റി ചൂണ്ടിക്കാണിക്കുന്നത്. മാനുഷിക സഹായം തടസ്സമില്ലാതെ ലഭിക്കുന്നതിനും നീക്കം സഹായകമാകും. നീക്കം ഫലസ്തീൻ ജനതയുടെ സ്വയം നിർണയാവകാശം, അവരുടെ സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കൽ എന്നിവയെ സ്ഥിരീകരിക്കുന്നതാണ് എന്നാണ് ഹമാസിന്റെ നേർ വിപരീതമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഫലസ്തീൻ അതോറിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഫലസ്തീൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് വെസ്റ്റ് ബാങ്കിൽ നമുക്കറിയാം, ഫലസ്തീനികൾക്ക് എവിടേക്കെങ്കിലും ഒന്ന് തിരിയണമെങ്കിൽ, അവർ ഒന്ന് ഉറക്കെ തുമ്മണമെങ്കിൽ പോലും ഇസ്രയേൽ പോലീസിന്റെയും സൈന്യത്തിന്റെയും അനുവാദം വേണം. അവർക്ക് നിത്യേന റെയ്ഡുകൾ, അവരുടെ വീടുകൾ ഇപ്പോഴും അടിച്ചു നിരത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ഭക്ഷണമുണ്ട്, കറണ്ടുണ്ട്, അവർക്ക് ഉല്ലാസ കേന്ദ്രങ്ങളുണ്ട്, മറ്റു പലതും ഉണ്ട്. പക്ഷെ അതൊക്കെ ആസ്വദിക്കണമെങ്കിൽ അത് എപ്പോൾ ആസ്വദിക്കണമെന്ന് ഇസ്രയേൽ തീരുമാനിക്കണം. അതുപോലെ ഗസ വേണം എന്നാണ് ഗസ അമേരിക്കയും മറ്റുമൊക്കെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഹമാസിന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീൻ അതോറിറ്റിയുടെ ഭരണം ഗസയിൽ വലിയ പ്രയാസങ്ങൾ നാട്ടുകാർക്ക് ഇല്ലാതിരിക്കുന്ന തരത്തിൽ അവർ സംവിധാനിച്ച് മുന്നോട്ട് പോകുന്നു. എന്നാൽ അഭിമാനത്തോടു കൂടി തങ്ങൾക്ക് സ്വയം നിർണ്ണയിക്കുവാനുള്ള അവകാശം വേണമെന്ന് ഗസക്കാർ ആവശ്യപ്പെടുന്നു. ആ ഗസയുടെ ഹമാസിന്റെ പ്രതികരണവും ഹമാസിന്റെ ആ ഒരു നിലപാടും ഇനി ഈ ഒരു വിഷയത്തെ എങ്ങനെ ബാധിക്കും? ഹമാസിനെ വകവെക്കാതെ ഇവർ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹമാസ് വീണ്ടും ഒരു സായുധ വിപ്ലവത്തിലേക്ക് ഇറങ്ങുമോ? ഇനി അതല്ല, ഇവർ ഈ ഹമാസിനെ അവഗണിച്ചുകൊണ്ട് ഈ പദ്ധതികൾ അവിടെ നടപ്പിലാക്കുമോ എന്നതാണ് ലോകത്തിന് മുൻപിലുള്ള അടുത്ത ഒരു ചോദ്യചിഹ്നം. waytonikah.com, the exclusive Muslim matrimonial site.